നമ്മളെ മുൻഗാമികളായ മഹാന്മാർ ആ സാലിഹീങ്ങൾ ഖബറിനെ കുറിച്ച് വല്ലാതെ പേടിച്ചു പോയില്ലേ? ഖബറിനെ കുറിച്ച് വല്ലാതെ ചിന്തിച്ചു പോയില്ലേ? അൽവാഉൽ ബയാൻ എന്ന തഫ്സീറിൽ കാണാം, അല്ലാഹുവിനെ കുറിച്ച് പറയുന്ന സ്ഥലത്ത് റബ്ബിനെ ഓർമ്മിച്ച് ജീവിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോ ഒരു മഹാനെ കുറിച്ച് ആ തഫ്സീറിൽ പ്രത്യേകം എടുത്തു പറയാണ്. ഒരു ദിവസം ഇങ്ങനെ നടന്നു പോകുമ്പോ കുട്ടികളൊക്കെ കളിക്കുന്ന ഒരു സ്ഥലത്ത് നോക്കുമ്പോ ഒരു കുട്ടി മാത്രം ഇങ്ങനെ ഇരുന്ന് കരയാണ്. അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോ ആ കുട്ടി നിലത്ത് നിന്ന് മണ്ണിങ്ങനെ ശരീരത്തിൽ വാരിയിട്ടിട്ട് ശരീരത്തിൽ മണ്ണ് പൊതിഞ്ഞിട്ട് ഇങ്ങനെ കരയാണ്. അടുത്തേക്ക് ചെന്ന് ആ മഹാൻ ചോദിച്ചു, മോനെ എന്താ നിനക്ക് പറ്റിപ്പോയത്? കൂട്ടുകാരനെ കളിക്ക് കൂട്ടാത്തതിന്റെ നേർപ്പ് തീർക്കണോ? പ്രായപൂർത്തി എത്താത്ത ചെറിയ പിഞ്ചു പൈതലാണ്, ശരീരത്തിൽ മണ്ണിങ്ങനെ വാരിയിടുന്നത് കണ്ടപ്പോൾ മഹാനവറുകൾ ചോദിക്കേണ്ട താമസം ആ കുട്ടിയുടെ ചോദ്യാണ്, അല്ലയോ ശൈഖേ, എന്റെ ശരീരത്തിൽ മണ്ണ് വീഴുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ട് അല്ലേ? നിങ്ങളെ ഖബറിൽ കൊണ്ടുപോയിട്ടിട്ട് നിങ്ങളെ ശരീരത്തിന്റെ മേലെ നാട്ടുകാരും ഇഷ്ടപ്പെടുന്നവരും കൂട്ടുകാരും താല്പര്യപ്പെടുന്നവരും ഇഷ്ടാനുസരണം കയ്യിൽ മണ്ണ് പിടിച്ചെടുത്തിട്ട് കയ്യിൽ മണ്ണെടുത്തിട്ട് ചോദിക്കുന്നൊരു രംഗയില്ലേ, പറയുന്നൊരു രംഗയില്ലേ, മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖറാ. ഏത് കൂടെ നിന്ന കൂട്ടാളിക്കും എത്ര തന്നെ നിന്റെ കൂടെ തമ്മാടിത്തരത്തിന് കൂട്ടുനിന്നവനാണെങ്കിൽ പോലും അവനും പറയാനുള്ള അവസാനത്തെ വാക്ക് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖറാ. ഒന്നിച്ച് പലതും നമ്മൾ കളിച്ചു പോയല്ലേ? എനിക്കിപ്പം നിനക്ക് വേണ്ടി ചെയ്യാനുള്ളത് റബ്ബിനോട് പോർക്കലിനെ ചോദിക്കലാ മോനെ. നീയങ്ങ് പോയപ്പോ ഞാനെങ്ങ് നന്നാകണം എന്നുള്ളൊരു ചിന്ത എന്റെ മനസ്സിൽ വന്നു മോനെ. വയല് കേൾക്കുന്ന ചെറുപ്പക്കാരാ, ആ ഖബറിന്റെ മേലക്ക് നിന്നിട്ട് നിന്റെ മരണം കണ്ടിട്ട് അവന് നന്നാകാൻ അവസരം കിട്ടിയെന്ന് പറയുമ്പോ ആ ഖബറിൽ കിടക്കുന്ന എന്റെയും നിന്റെയും അവസ്ഥയൊന്ന് ചിന്തിക്കേണ്ടതില്ലേ? ഈ മഹാനോട് ചെറിയ കുട്ടി ചോദിക്കുകയാണ്, ശൈഖേ, ജീവനുള്ള എന്റെ ശരീരത്തിൽ മണ്ണ് വീഴുമ്പോ നിങ്ങൾ ഈ ചെറിയ കുട്ടിയുടെ അടുക്കൽ വന്ന് ചോദിക്കുന്നത്, അല്ലയോ മോനെ, നിന്റെ ശരീരത്തിൽ മണ്ണ് വാരിയിടുന്ന വിധത്തിൽ നിന്നെ സങ്കടപ്പെടുത്തിയ ദുന്യാവ് എന്താണെന്നാണല്ലേ? അല്ല ശൈഖേ, നിങ്ങൾ ഖബറിൽ കിടക്കുമ്പോ നിങ്ങളെ ശരീരത്തിലേക്ക് ആളുകൾ മണ്ണ് വാരിയിടുന്നൊരു രംഗയില്ലേ? നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ മണ്ണ് വാരിയിട്ട് നിങ്ങളെ ഖബറിന്റെ ഉള്ളിൽ മൂടുന്നൊരു രംഗയില്ലേ? ആ രംഗത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ജീവനുള്ള ചെറിയ പിഞ്ചു പൈതലിന്റെ ശരീരത്തിലേക്ക് മണ്ണ് വാരിയിടുമ്പോ ഇത് വേണ്ടാന്ന് വെക്കാൻ ഈ പിഞ്ചു പൈതലിന് അള്ളാഹു ഇപ്പൊ ഇഖ്തിയാർ തന്നിട്ടുണ്ട് ശൈഖേ. അതേ സ്ഥാനത്ത് ഖബറിൽ കിടക്കുമ്പോ എന്റെ ശരീരം ചലനമറ്റ് കിടക്കുന്ന രംഗമാ. എന്റെ ശരീരത്തിന് ചലനമില്ലാത്ത സമയമാ. എന്റെ നാക്കുകൾക്ക് സമയമില്ല, എന്റെ അവയവങ്ങൾക്ക് സമയമില്ല, എന്റെ അവയവങ്ങൾക്ക് ധൈര്യമില്ല. എല്ലാം അടിയറവ് പറഞ്ഞു കിടക്കുന്ന രംഗയില്ലേ? ആ രംഗം എത്തിക്കഴിയുമ്പോ എന്റെ ശരീരത്തിൽ മണ്ണ് വാരിയിടുമ്പോൾ നിങ്ങൾ അവിടെ ഖബറിന്റെ മേലെ കാണുമോ ശൈഖേ? ആ ഖബറിനെ കുറിച്ച് ഓർമ്മ വരാനാ ഈ പിഞ്ചു പൈതൽ ശരീരത്തിൽ മണ്ണ് വാരിയിട്ടത് ശൈഖേ. ഖബറിലേക്ക് പോകുമ്പോൾ നിങ്ങളെ ശരീരത്തിലും ഈ മണ്ണ് വാരിയിട്ടിട്ട് ആളുകളെ കൊന്ന് തിരിച്ചു പോകുന്ന ഒരു രംഗയില്ലേ? മറന്നുപോയോ? ഇതങ്ങ് പറയേണ്ട താമസം കേട്ടിരുന്ന ശൈഖ് അവിടെ തന്നെ ബോധരഹിതനായി വീണുപോയി. വയല് കേൾക്കുന്ന ഈമാനുള്ള വിശ്വാസികള് മഴ വരുമ്പോൾ മഴക്കെടുതിയുടെ ബേജാറാണ്, മഴയില്ലാതിരുന്നപ്പോൾ വെള്ളമില്ലാത്ത ബേജാറാണ്. ഇത് താഴ്ന്ന താൽക്കാലികമായ ലോകമാണ്. ഇവിടെയുള്ള സൗകര്യങ്ങളാകുന്ന സൗകര്യങ്ങൾ കാണുമ്പോ ഇതാണ് നിലനിൽക്കുന്ന ലോകമെന്ന് ചിന്തിച്ചിട്ട് അള്ളാനെയും ഖബറിനെയും മറന്നു ജീവിക്കുന്നവനായാൽ ആഖിബത്തിന്റെ കാര്യം വലിയ ബേജാറ് അല്ലേ? അതില്ലാതിരിക്കാനാ മാനവറുകൾ പറഞ്ഞത്. മോനെ, ഖബറിലേക്ക് ആളുകൾ
അടുക്കള വെക്കുന്ന സമയത്ത് പോലും നിന്റെ ഖബറിനെ കുറിച്ചിട്ട് ആഖിറത്തെ കുറിച്ച് ചിന്തിച്ച് ജീവിക്കുന്നവനായി നീ ജീവിച്ചില്ലെങ്കിൽ നിന്റെ ദുആക്ക് ഇജാബത്തില്ല. നിന്റെ ദുആക്ക് ഉത്തരം കിട്ടാത്തതിന്റെ കാരണം നിന്റെ ഹൃദയം ചത്തുപോയതാ. നിന്റെ ഹൃദയം ഈമാനിൽ നിന്ന് വിട്ടുപോയതാ. ഈമാനില്ലാതെ ചത്തുപോയതാ. റബ്ബ് നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ.